This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ്
ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 62 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിത്യമരണം. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ്സു കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാൽ അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഈ ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണത്തിൽ നിന്ന് മാനവജാതിയെ രക്ഷിച്ച് തൻ്റെ ജീവനും ആത്മാവും അവർക്ക് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർത്തിരിക്കുകയാണ്. ഇനി ഓരോ നിമിഷവും ഈ ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവ ആത്മാവിനാലും ജീവനാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ വചനം ജീവനായി മാറുന്നു, വചനം ആത്മാവായി തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവവൃക്ഷവും ജ്ഞാനത്തിൻ്റെ വൃക്ഷവും ഉണ്ടായിരുന്നു.
എന്നാൽ ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തെരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങിയാണ് നാം പഠനം ആരംഭിച്ചത്. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നാം ഏറെ ശ്രദ്ധ കൊടുക്കണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മീയ അറിവിലേക്ക്, ആത്മാവിൻ്റെ നിറവിലേക്ക് നമ്മെ വളർത്തിയെടുക്കുന്ന, ക്രിസ്തു എന്ന തലയോളം നമ്മെ സകലത്തിലും വളർത്തിയെടുക്കുന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളർത്തിയെടുക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ ആത്മാവിൽ യേശുവിനെ അനുഗമിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡമോഹങ്ങളുടെ മീതെ, ലോകമോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകല തന്ത്രങ്ങളുടെ മീതെ ജയാളികളാക്കി യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുവാൻ ശക്തിയുള്ള ദൈവവചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. സദൃശവാക്യം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം അതിൻ്റെ ആദ്യ ഭാഗമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. ദൈവത്തിൻ്റെ വചനം നിരന്തരമായി വായിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അഭ്യസനം വന്ന് നാം പ്രായത്തിൻ്റെ തികവിലേക്ക് എത്തുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയല്ല, ഇതിനകത്തിരിക്കുന്ന ജീവനെയും ആത്മാവിനെയും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. സാധാരണമായ വായനയിലൂടെ പഠിക്കുവാനുള്ള മനസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സാധാരണമായ വായനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ചലിക്കാൻ തുടങ്ങും. ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ചലിക്കുന്നതുവരെ, ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത് വരെ നാം വേദപുസ്തകം വായിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ഇനി മുന്നോട്ടുള്ള വായന നിർത്തി നമ്മുടെ ശ്രദ്ധ മുഴുവനും ആ പ്രത്യേകമായ വചനത്തിൽ കൊടുത്ത് ആ വചനത്തെ വീണ്ടും 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 ആവർത്തിച്ച് വായിക്കണം. നാം ഇപ്പോൾ വചനം ധ്യാനിക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനാൽ നമ്മുടെ ബുദ്ധിയെ തുറക്കുകയും അധികമായി പ്രകാശിപ്പിക്കുകയും ചെയ്യും. ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കുമ്പോൾ വചനം അധികമായി നമ്മിലേക്ക് ഇറങ്ങി വരും. വചനം പ്രകാശിപ്പിക്കപ്പെടും. വചനത്തിൻ്റെ വെളിപാടുകൾ നമ്മുടെ അകത്തേക്ക് ഇറങ്ങി വരികയും ക്രമേണ വചനം വേദപുസ്തകത്തിൻ്റെ താളുകളെ വിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ വാസമാരംഭിക്കും. അങ്ങനെ വചനം ഹൃദയത്തിൽ വാസമാരംഭിക്കുവാൻ എത്തിയാൽ ആ വചനം നിങ്ങളുടെ അകത്ത് ജീവനായിത്തീരുന്നു. വചനം ആത്മാവായിത്തീരുന്നു. വചനത്തിൻ്റെ ജീവനെയും ആത്മാവിനെയും നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവസാന്നിധ്യം അധികമായിട്ട് അനുഭവിക്കുകയാണ്. മാത്രമല്ല ആ വചനം അതിൻ്റേതായിരിക്കുന്ന ഫലം നിങ്ങളുടെ അകത്ത് വഹിക്കുവാൻ തുടങ്ങും. ആ വചനത്തിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഭാവികമായും വെളിപ്പെടാൻ തുടങ്ങും. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം പ്രയത്നം കൊണ്ട്, ജഡത്തിൻ്റെ ശക്തി കൊണ്ട്, നമ്മുടെ സ്വയത്തിൻ്റെ ശക്തി കൊണ്ട്, തീരുമാന ശക്തി കൊണ്ടല്ല നമ്മൾ പ്രാവർത്തിക പദത്തിലെത്തിക്കുന്നത്. നമ്മുടെ അധ്വാനമല്ല
നമ്മുടെ ശ്രമമല്ല. വചനം നമ്മുടെ അകത്തേക്ക് ഇറങ്ങി വന്നാൽ, വചനം ജീവനായി തീർന്നാൽ, ആത്മാവായി തീർന്നാൽ, ആ വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നുവോ അത് നമ്മിൽ സംഭവിക്കുകയാണ്. ക്രമേണ ആ വചനം നമ്മിൽ ജഡമായി തീരും. ആ വചനം നമ്മിൽ മാംസം ധരിക്കും. അർത്ഥം, അത്രത്തോളം യേശു ക്രിസ്തു അവൻ്റെ ജീവിതം, അവൻ്റെ സ്വഭാവം നമ്മിൽ വെളിപ്പെടാൻ തുടങ്ങും. ക്രിസ്തു നമ്മിൽ ഉരുവാകുവാൻ തുടങ്ങുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി പണിയപ്പെടുകയാണ്, മാറ്റപ്പെടുകയാണ്, വളരുകയാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അനേകമായ കാര്യങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർമാനമായി ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. വായിക്കും മുമ്പ് പഠിക്കുവാനുള്ള നമ്മുടെ മനസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആ വായനയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ചലിക്കുന്നത് വരെ വായിക്കണം. ഒരു വചനം നമ്മുടെ അകത്ത് സ്പർശിക്കുന്നത് വരെ തുടർമാനമായി വചനം വായിക്കണമെന്ന് നാം കണ്ടു കഴിഞ്ഞു. ആ വായനയിലൂടെ വചനം നമ്മുടെ അകത്ത് ജീവനായിത്തീരുന്ന, ആത്മാവായിത്തീരുന്ന അനുഭവങ്ങളും നാം കണ്ടു കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയുള്ളത്, നമ്മിൽ അനേകരും വചനം വായിക്കുന്നത് പ്രീ കൺസീവ്ഡ് ഐഡിയാസ്, പ്രീ കൺസീവ്ഡ് നോളജുമായുള്ള ബന്ധത്തിലാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ചില എപ്പിസോഡുകളിൽ നിങ്ങളോട് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും അത് അല്പം കൂടെ ഒന്ന് ആവർത്തിക്കുകയാണ്. അതായത്, നാം ബാല്യകാലം മുതൽ കേട്ടിരിക്കുന്ന വേദപുസ്തകത്തെക്കുറിച്ചുള്ള പല അറിവുകൾ നമ്മുടെ അകത്തുണ്ട്. ദൈവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ച് അനേകമായിരിക്കുന്ന അറിവുകൾ നാം ബാല്യം മുതൽ പ്രാപിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന സഭയുടെ പശ്ചാത്തലം, കുടുംബ പശ്ചാത്തലം, മതത്തിൻ്റെ പശ്ചാത്തലം, വളർന്നു വന്ന ദൈവസഭയുടെ ആത്മീയ കൂട്ടങ്ങളുടെ പശ്ചാത്തലം, ഇതിലൂടെ ഒക്കെ നാം അനേകമായ അറിവുകൾ പ്രാപിച്ചിട്ടുണ്ട്. ഈ മിക്ക അറിവുകളും മിക്കപ്പോഴും ശരിയായിരിക്കുന്ന അറിവുകളായിരിക്കത്തില്ല. നാം നമ്മുടെ അകത്ത് ശരിയായ ചിന്ത കൂടാതെ, ശരിയായ അറിവ് കൂടാതെ നമ്മുടെ അകത്ത് വച്ചിരിക്കുന്ന ഒരു കൂട്ടം അറിവുകളിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ അറിവുകളെ സാധൂകരിക്കാൻ വേണ്ടിയാണ് മിക്കപ്പോഴും വചനം വായിക്കുന്നത്. അങ്ങനെ ഒരു പ്രീ കൺസീവ്ഡ് നോളജുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ വേദപുസ്തകം വായിച്ചാൽ പരിശുദ്ധാത്മാവിന് വചനത്തെ വെളിപ്പെടുത്തി തരുവാൻ കഴിയത്തില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യഹൂദന്മാരുമായുള്ള ബന്ധത്തിൽ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. യഹൂദന്മാർ മശിഹയ്ക്കു വേണ്ടി കാത്തിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ കാലം മുതൽ മശിഹ വരും, അവരുടെ പാപങ്ങൾക്ക് മോചനം വരുത്തും, അവർക്ക് നിത്യരക്ഷ കൊടുക്കും, നിത്യനീതി കൊടുക്കും, നിത്യജീവൻ കൊടുക്കുമെന്നുള്ള പ്രത്യാശയിലാണ് ഇസ്രായേൽ ജനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മശിഹ വന്ന് താൻ മശിഹയാണ്, താൻ ക്രിസ്തുവാണെന്ന് അവരോട് സ്പഷ്ടമായി പറഞ്ഞിട്ടും, യോഹന്നാൻ സ്നാപകൻ ഇവൻ ക്രിസ്തുവാണ്, മശിഹയാണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടും അവർക്കത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, തങ്ങളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്, മശിഹയാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളും സംഘടനകളും വളർന്ന് അവസാനം തങ്ങൾ കാത്തിരുന്ന മശിഹയെ അവർ തന്നെ ക്രൂശിൽ തറച്ച് കൊന്നുകളഞ്ഞു. ഇസ്രായേൽ മക്കൾ എന്തുകൊണ്ടാണ് തങ്ങൾ കാത്തിരുന്ന മശിഹയെ തിരസ്കരിക്കുവാൻ കാരണം? മശിഹയെക്കുറിച്ചുള്ള അവരെ പ്രീ കൺസീവ്ഡ് ഐഡിയാസ്,
പ്രീ കൺസീവ്ഡ് നോളജ് ആയിരുന്നു വിഷയം. ഇസ്രായേൽ മക്കളുടെ ധാരണയിൽ മശിഹ രാജാതിരാജാവായി വന്ന് യഹൂദന്മാരുടെ ശത്രുക്കളെല്ലാം പരാജയപ്പെടുത്തി ജെറുസലേം ആസ്ഥാനമാക്കി മശിഹയും യഹൂദന്മാരും ചേർന്ന് ലോകത്തെ മുഴുവനും ഭരിക്കുകയാണ്. എന്നാൽ മശിഹ വന്നത് രാജാതിരാജാവായിട്ടല്ല, ഒരു ദാസനായിട്ടാണ്. ദാസനായിട്ട് വന്ന് ജനത്തെ ശുശ്രൂഷിച്ച് അവരുടെ പാപങ്ങളെ വഹിച്ച് അവർക്കു വേണ്ടി ക്രൂശിൽ മരിക്കുന്ന ഒരു മശിഹയെക്കുറിച്ച് അവർക്ക് അല്പം പോലും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തങ്ങളുടെ പ്രതീക്ഷയിലുള്ള, തങ്ങളുടെ അറിവിലുള്ള മശിഹ അല്ല ഇപ്പോൾ വന്നതുകൊണ്ട് ആ മശിഹയെ സ്വീകരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ മശിഹയെ കൊന്നുകളഞ്ഞു. അതുപോലെ ഇസ്രായേൽ മക്കൾ ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരുന്നവരാണ്. അബ്രഹാമിൻ്റെ കാലം മുതൽ ദൈവരാജ്യത്തിനു വേണ്ടി കാത്തിരുന്നവരാണ്. മശിഹ വന്ന് ദൈവരാജ്യം പ്രസംഗിച്ചപ്പോൾ മശിഹ പ്രസംഗിച്ച ദൈവരാജ്യം അവർക്ക് മനസ്സിലായില്ല. എന്താ കാരണം? അവരുടെ അകത്തുള്ള ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കിങ്ഡമാണ്. മശിഹ പ്രത്യക്ഷനായി എല്ലാ ശത്രുക്കളെയും നിഗ്രഹിച്ച് ജെറുസലേം ആസ്ഥാനമാക്കി ഈ ലോകത്തെ ഭരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ കിങ്ഡമാണ് ദൈവരാജ്യം എന്ന് അവർ ധരിച്ചു വച്ചിരുന്നത്. എന്നാൽ മശിഹ പ്രസംഗിച്ചത് ആത്മീയമായൊരു രാജ്യമാണ്. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം, ദൈവത്തിൻ്റെ ജീവനെ പ്രാപിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണം. ഇങ്ങനെയുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ കേട്ടപ്പോൾ അവർക്കത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ അനേകമായ തത്വങ്ങൾ, മൂല്യങ്ങൾ, അതിൻ്റെ നിലവാരങ്ങളൊക്കെ പ്രസംഗിച്ചപ്പോൾ അത് ഗ്രഹിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ, മനസ്സിലിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അറിവ് മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് മശിഹയെയും അവൻ പ്രസംഗിച്ച ദൈവരാജ്യത്തെയും അവർ സമ്പൂർണ്ണമായി തിരസ്കരിക്കുകയും അവർ മശിഹയെ ക്രൂശിൽ തറച്ച് കൊന്നുകളയുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ഒക്കെ അകത്ത് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, വേദപുസ്തകത്തെക്കുറിച്ച്, ക്രിസ്തീയ ഉപദേശങ്ങളെക്കുറിച്ച് അനേകമായ പ്രീ കൺസീവ്ഡ് നോളജ് ഉണ്ട്. നിങ്ങളുടെ അകത്തിരിക്കുന്ന തെറ്റായ അറിവിനെ സാധൂകരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിപ്പോൾ വചനം വായിക്കുന്നത്. എൻ്റെ അകത്ത് ആത്മവിഷയത്തെക്കുറിച്ച് ഏതറിവാണോ ആ അറിവിൽ നിന്നുകൊണ്ടും ആ അറിവിനെ ഉറപ്പിക്കുവാനും വേണ്ടിയാണ് ഞാൻ എല്ലായ്പ്പോഴും വേദപുസ്തകം വായിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് എന്നെ പഠിപ്പിക്കുവാൻ കഴിയുന്നില്ല, വചനത്തെ എനിക്ക് പ്രകാശിപ്പിച്ചു തരുവാൻ കഴിയുന്നില്ല, വചനത്തെ വെളിപ്പെടുത്തുവാനോ അതിൻ്റെ ജീവനെയോ ആത്മാവിനെയോ എനിക്ക് തരുവാനോ കഴിയുന്നില്ല. ആകയാൽ വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ നിങ്ങൾ ഇന്നുവരെ കേട്ടിരിക്കുന്ന, പഠിച്ചിരിക്കുന്ന സകല അറിവുകളെയും നീക്കം ചെയ്ത് ഒരു ശിശുവിനെ പോലെ, ഒരു ചെറിയ പൈതലിനെ പോലെ ഈ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ ഓരോ വചനങ്ങളും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരും. ഓരോ വചനങ്ങളും നിങ്ങളിലേക്ക് വെളിപ്പെട്ടു വരും. ഓരോ വചനങ്ങളും നിങ്ങളുടെ അകത്ത് ജീവനായിത്തീരും, ആത്മാവായിത്തീരും. നിങ്ങൾ വചനത്തെ അനുഭവിക്കുവാൻ തുടങ്ങും, വചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ സമസ്ത മേഖലകളിലും നിങ്ങൾ വിടുതൽ അനുഭവിക്കാൻ തുടങ്ങും, സൗഖ്യം അനുഭവിക്കാൻ തുടങ്ങും, ആരോഗ്യം അനുഭവിക്കാൻ തുടങ്ങും, സമ്പത്തുകളും അനുഗ്രഹങ്ങളും നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും. ഈ ദിവസങ്ങളിൽ പ്രീ കൺസീവ്ഡ് ഐഡിയാസിനെ മാറ്റിവെച്ച് നിരന്തരമായ വചനം വായിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നിങ്ങളോട് ക്രമമായി സംസാരിക്കാൻ തുടങ്ങും. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം.
ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മിഷണറിമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ.